Hello students, welcome to Java programming lecturing class. Today we can discuss why do we need an object-oriented programming language. Actually, we have already discussed Java is an object-oriented programming language. And why we need such an object-oriented programming like Java as comparing with other structured or procedure-oriented language like C, CPP or something like that. നമുക്ക് നോക്കാം എങ്ങനെയാണ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഒരു ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് ആസ് കമ്പയറിംഗ് വിത്ത് അതർ പ്രൊസീജിയർ ഓറിയന്റഡ് ലാംഗ്വേജ് ഓർ സ്ട്രക്ചേർഡ് ലാംഗ്വേജ്. സ്ലൈഡിൽ നോക്കുക. വൈ ഡു വി നീഡ് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ്? Object oriented programming was developed because limitations were discovered in earlier approaches to programming. ഒബ്ജക്റ്റ് ഓറിയന്റഡ് കൺസെപ്റ്റ് വരുന്നത് ഏർലിയർ പ്രോഗ്രാംസ് ലൈക്ക് സി, സി പി പി ഓർ സംതിങ് ലൈക്ക് ദാറ്റ് അങ്ങനത്തെ പ്രോഗ്രാംസിനകത്ത് ഉള്ള ഒരു ലിമിറ്റേഷൻസ് ഡിസ്കവർ ചെയ്തിട്ടുണ്ട്, ലിമിറ്റേഷൻ ഫൈൻഡ് ചെയ്തിട്ടുണ്ട്. ആ ലിമിറ്റേഷൻ്റെ ആ ഒന്ന് ഡ്രോബാക്ക് ഓവർകം ചെയ്യാനും വേണ്ടിയാണ് നമ്മൾ ഈ ഒരു അപ്രോച്ച് അല്ലെങ്കിൽ ഈ ഒരു ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് അപ്രോച്ച് നമ്മൾ കൊണ്ടുവന്നേക്കുന്നത്. ടു അപ്രീഷിയേറ്റ് വാട്ട് ഊപ്പ് ഡസ്. OOP means Object Oriented Programming Language. Programming എന്നാണ് OOP കൊണ്ട് മീൻ ചെയ്യുന്നത്. To appreciate what OOP does, we need to understand what these limitations are and how they arise from traditional programming language. നമുക്കിത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു ഊപ്സിൻ്റെ കൺസെപ്റ്റിനെ അപ്രീഷിയേറ്റ് ചെയ്യണമെങ്കിൽ വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ദീസ് ലിമിറ്റേഷൻസ്. ഈ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കണം. അറ്റ് ദ സെയിം ടൈം ഹൗ ദേ എറോസ് ഫ്രം ട്രഡീഷണൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. എങ്ങനെ അത് എറേസ് ചെയ്തു വന്നു അല്ലെങ്കിൽ എങ്ങനെ അത് നമ്മുടെ ഈ ഒരു ട്രഡീഷണൽ ലാംഗ്വേജിനകത്ത് ആ ഒരു കൺസെപ്റ്റ് എങ്ങനെ നമുക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാം. നെക്സ്റ്റ് സ്ലൈഡ് നോക്കുക. പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ്. ഇതിൻ്റെ ഡിഫറൻസ് ആണ് പറയുന്നത്. പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങും ഊപ്സും തമ്മിലുള്ള ഡിഫറൻസ് അല്ലെങ്കിൽ പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിനേക്കാൾ വാട്ട് ഈസ് ദ അഡ്വാൻറ്റേജ് ഓഫ് ജാവ അല്ലെങ്കിൽ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. അപ്പോൾ ബേസിക് ആയിട്ട് നമുക്ക് നോക്കാം ഈ പ്രൊസീജിയർ ഓറിയൻറ്റഡ് ലാംഗ്വേജസ് എന്തൊക്കെയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ എന്തൊക്കെയാണ് ചെയ്യാത്തത്. ആൻഡ് വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ഓഫ് ദ ഊപ്സ് അല്ലെങ്കിൽ വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ഓഫ് ജാവ ഓവർ ദീസ് പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ്. പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് സ്ലൈഡിലോട്ട് ശ്രദ്ധിക്കാം. C, Pascal, Fortran and similar languages are procedure languages. C എന്ന് പറയുന്ന ലാംഗ്വേജ്, പാസ്കൽ എന്ന് പറയുന്ന മുന്നുണ്ടായിരുന്ന ഒരു ലാംഗ്വേജ് ആണത്. ദെൻ ഫോർട്രാൻ എന്ന് പറയുന്ന ഫോർമുല ട്രാൻസ്ലേഷൻ എന്ന് പറയുന്ന മറ്റൊരു ലാംഗ്വേജ് ഉണ്ടായിരുന്നു. ആൻഡ് സിമിലർ ലാംഗ്വേജസ് അതുപോലെയുള്ള ലാംഗ്വേജസ് എല്ലാം പ്രൊസീജിയറൽ ഓറിയൻറ്റഡ് ലാംഗ്വേജസ് ആണ് അതൊക്കെ പറയുന്നത്. ഈച്ച് സ്റ്റേറ്റ്മെൻറ്റ് ഇൻ ദ ലാംഗ്വേജ് ടെൽസ് ദ കമ്പ്യൂട്ടർ ടു ഡു സംതിങ്. അതിനകത്തുള്ള ഓരോ സ്റ്റേറ്റ്മെൻറ്റ്സുകളും അല്ലെങ്കിൽ ഓരോ ലൈൻസും പറയുന്നത് ഒരു കമ്പ്യൂട്ടറിന് ടു ഡു സംതിങ് എന്തെങ്കിലും ചെയ്യാൻ ഒരു ഇൻസ്ട്രക്ഷൻ ആയിരിക്കും അതെന്ന് പറയുന്നത്. എന്തെങ്കിലും ചെയ്യാനുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ്സ് മാത്രമേ ആയിരിക്കും അതെന്ന് പറയുന്നത്. ആ ഇൻസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ്സാണ് പറയുന്നത് ഗെറ്റ് സം ഇൻപുട്ട്, എന്തെങ്കിലും ഇൻപുട്ട് ഗെറ്റ് ചെയ്യുക അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻപുട്ട് കളക്ട് ചെയ്യുക. ആഡ് ദീസ് നമ്പേഴ്സ്, ആ ഇൻപുട്ടിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, രണ്ട് നമ്പർ ആഡ് ചെയ്യുക അല്ലെങ്കിൽ രണ്ട് നമ്പർ സബ്ട്രാക്ട് ചെയ്യുക അല്ലെങ്കിൽ ഡിവിഷൻ ചെയ്യുക, അങ്ങനെ എന്തെങ്കിലും ഒരു ഓപ്പറേഷൻ പെർഫോം ചെയ്യുക. ദെൻ ഡിവൈഡ് ബൈ 6 എന്തെങ്കിലും ഒരു ഡിവിഷൻ ഓപ്പറേഷൻ പെർഫോം ചെയ്യുക. ആൻഡ് ഡിസ്പ്ലേ ദാറ്റ് ഔട്ട്പുട്ട്, ആ ഔട്ട്പുട്ട് ഡിസ്പ്ലേ ചെയ്യുക. ആൻഡ് ദാറ്റ് ഈസ് എ സ്ട്രക്ചർ ഓഫ് എ പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. ഇൻപുട്ട് എടുക്കുക, ഓപ്പറേഷൻ പെർഫോം ചെയ്യുക അല്ലെങ്കിൽ ഡിവിഷൻ പെർഫോം ചെയ്യുക, ദെൻ ഔട്ട്പുട്ട് സ്ക്രീനിനകത്ത് കാണിച്ചു തരിക. അപ്പോൾ അതാണ് ഒരു പ്രൊസീജിയർ എന്ന് പറയുന്നത്. 1 by 1 ആയിട്ടായിരിക്കും പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഒരു സ്ട്രക്ചറിലായിരിക്കും പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പോകുന്നത്. ഒരു സീക്വൻഷ്യൽ ഫ്ലോ ആയിരിക്കും. അവിടുന്ന് മറ്റൊരു ഭാഗത്തേക്ക് ജമ്പ് ചെയ്യാനോ അല്ലെങ്കിൽ മറ്റൊരു ഭാഗത്തേക്ക് പോകാനോ അല്ലെങ്കിൽ വേറൊരു കോഡിനകത്തേക്ക് കയറാനോ എന്നുള്ള ഓപ്ഷൻസ് ഒന്നും അതിനകത്ത് ഉണ്ടായിരിക്കില്ല. ദേ ആർ മെയിൻലി ഫോക്കസ്ഡ് ഓൺ പ്രൊസീജിയേഴ്സ്. പ്രൊസീജിയർ ബേസിലായിട്ടായിരിക്കും അത് മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ഡ്രോബാക്ക് എന്നും പറയുന്നത്. സീക്വൻഷ്യൽ ഫ്ലോ ആയിരിക്കും, 1 by 1 ആയിട്ട് ഇങ്ങനെ എക്സിക്യൂട്ട് ചെയ്യും. അത് തന്നെയാണ് ഈ പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ലൈക്ക് സിഒ, പാസ്കലോ അല്ലെങ്കിൽ ഫോർട്രാനോ ഇതിൻ്റെയൊക്കെ ഒരു പെക്യുലാരിറ്റി എന്ന് പറയുന്നത്. പ്രൊസീജിയേഴ്സിനാണ് അവിടെ അല്ലെങ്കിൽ ആ ഒരു സ്ട്രക്ചറിനാണ് അവിടെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. സി നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, അന്നേരം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മെയിനകത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്യും, അവിടെ താഴെ നമ്മൾ ഡാറ്റ മെമ്പർ ഫംഗ്ഷൻസ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ടായിരിക്കും, അതിൻ്റെ ഓപ്പറേഷൻസ് അതിൻ്റെ താഴത്ത് കൊടുക്കും, എന്നിട്ട് നേരെ നമ്മൾ എന്ത് ചെയ്യും, അതിനെ പ്രിൻറ്റ് ചെയ്യിപ്പിക്കും. അത്രയേ ഉള്ളൂ അതിൻ്റെ ഒരു പ്രൊസീജിയർ. അത് ആ ഒരു പ്രൊസീജിയർ അനുസരിച്ച് തന്നെ നമുക്ക് പോകാൻ പറ്റുള്ളൂ. അല്ലാണ്ട് അതിൻ്റെ ആ ഒരു ഡാറ്റ മെമ്പർ ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്തതിന് ശേഷം മറ്റൊരു ക്ലാസ്സിലോട്ടോ അല്ലെങ്കിൽ മറ്റൊരു പോർഷനിലോട്ടോ നമുക്ക് ജമ്പ് ചെയ്യാനോ പോകാനോ എന്നുള്ള ഓപ്ഷൻസ് ഒന്നും ഉണ്ടായിരിക്കില്ല. അപ്പോൾ അവിടെയൊക്കെ കൊടുക്കുന്നത് വി ആർ ഗിവിങ് അല്ലെങ്കിൽ പ്രോഗ്രാം ഗിവിങ് ഇമ്പോർട്ടൻസ് ടു ദാറ്റ് പ്രൊസീജിയേഴ്സ് ഓർ സ്ട്രക്ചർ.
ആ ഒരു പ്രൊസീജിയറാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ഗെറ്റ് സം ഇൻപുട്ട്, കുറച്ച് ഇൻപുട്ടുകൾ എടുക്കുക, ദെൻ ഡു സം ഓപ്പറേഷൻസ്, ദെൻ പ്രിൻറ്റ് ദാറ്റ് ഔട്ട്പുട്ട്. അത്രയും ഉണ്ടായിരിക്കുമല്ലോ. അല്ലെങ്കിൽ ആ ഒരു സീക്വൻഷ്യൽ ഫ്ലോയിലായിരിക്കും പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. അതാണ് അതിൻ്റെ ഒരു ഡിസ്അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. എ പ്രോഗ്രാം ഇൻ എ പ്രൊസീജിയർ ലാംഗ്വേജ് ഈസ് എ ലിസ്റ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ്. ഒരു പ്രൊസീജിയർ ഓറിയൻറ്റഡ് ലാംഗ്വേജിനകത്തുള്ള പ്രോഗ്രാംസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ലിസ്റ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ്. ഒരു ഇൻസ്ട്രക്ഷൻ ആയിരിക്കും. ഒരു ഇൻസ്ട്രക്ഷൻ, ഒരു ഓപ്പറേഷൻ പെർഫോം ചെയ്യാൻ ആദ്യം, അത് കഴിഞ്ഞതിന് ശേഷം പ്രിൻറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ, അത് കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് എന്തെങ്കിലും ഓപ്പറേഷൻ ഉണ്ടെങ്കിൽ അത്, ദെൻ അതിൻ്റെ പ്രിൻറ്റ് ചെയ്യാൻ. അപ്പോൾ എന്തായിരിക്കും, ഒരു ലിസ്റ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആയിരിക്കും ഒരു പ്രൊസീജിയർ ഓറിയൻറ്റഡ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ കൺസെപ്റ്റ് കിട്ടിയെന്ന് എനിക്ക് തോന്നുന്നു. ഒരു പ്രൊസീജിയർ ഓറിയൻറ്റഡ് ലാംഗ്വേജ് വി ആർ ഗിവൺ ഇമ്പോർട്ടൻസ് ടു ദ പ്രൊസീജിയേഴ്സ്. ആ ഒരു പ്രൊസീജിയേഴ്സിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ആദ്യം ഇൻപുട്ട് റീഡ് ചെയ്യുക, ആഫ്റ്റർ ദാറ്റ് ഡു സം ഓപ്പറേഷൻസ്, ആഫ്റ്റർ ദാറ്റ് പ്രിൻറ്റ് ദാറ്റ് ഔട്ട്പുട്ട്. ആ ഒരു പ്രൊസീജിയർ, അതാണ് പ്രൊസീജിയർ ഓറിയൻറ്റഡ് ലാംഗ്വേജസ് എന്ന് പറയുന്നത്. വി ആർ ഗിവൺ ഇമ്പോർട്ടൻസ് ടു ദാറ്റ് പ്രൊസീജിയർ. ഓക്കെ. പ്രൊസീജിയർ ഓറിയൻറ്റഡ് ലാംഗ്വേജസിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് ഡിവിഷൻ ഇൻ ടു ഫങ്ഷൻസ്. ദ പ്രോഗ്രാം ഈസ് ഡിവൈഡഡ് ഇൻ ടു നമ്പർ ഓഫ് ഫങ്ഷൻസ്. സിക്കകത്ത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, there will be a lot of functions, കുറേ ഫങ്ഷൻസുകൾ ഉണ്ടായിരിക്കും. എന്താണ്, ദാറ്റ് പ്രോഗ്രാം ഈസ് ഡിവൈഡഡ് ഇൻ ടു നമ്പർ ഓഫ് ഫങ്ഷൻസ്. ഓരോ ഫങ്ഷൻസ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യും. അതും അതിൻ്റെ മറ്റൊരു ഡ്രോബാക്ക് ആണ്, അല്ലെങ്കിൽ അതാണ് അതിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഒരു പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഡിവിഷൻ ഇൻ ടു ഫങ്ഷൻ. ശ്രദ്ധിക്കുക സ്ലൈഡിലോട്ട്. പ്രൊസീജിയർ പ്രോഗ്രാം ഈസ് ഡിവൈഡഡ് ഇൻ ടു ഫങ്ഷൻസ്. പ്രൊസീജിയർ പ്രോഗ്രാം എന്തായിരിക്കും, എപ്പോഴും ഡിവൈഡഡ് ഇൻ ടു ഫങ്ഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഈച്ച് ഫങ്ഷൻ ഹാസ് എ ക്ലിയർലി ഡിഫൈൻഡ് പേർപ്പസ് ആൻഡ് ക്ലിയർലി ഡിഫൈൻഡ് ഇൻ്റർഫേസ് ടു ദ അതർ ഫങ്ഷൻസ് ഇൻ ദ പ്രോഗ്രാം. ഓരോ ഫങ്ഷനും അതിൻ്റേതായ പേർപ്പസിനും വേണ്ടി മാത്രമായിരിക്കും അത് ഡിവൈഡ് ചെയ്തതിന്, അല്ലെങ്കിൽ അതിൻ്റേതായ ഒരു ഓപ്പറേഷൻ പെർഫോം ചെയ്യാനും വേണ്ടി മാത്രം നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. ആൻഡ് അതിൻ്റെ കോഡ് നമ്മൾ ക്ലിയർലി അവിടെ പറഞ്ഞു കൊടുക്കേണ്ടതായിരിക്കും. അല്ലെങ്കിൽ അതിൻ്റെ എന്തിനാണ് ആ ഫംഗ്ഷൻ അവിടെ ഡിഫൈൻ ചെയ്തേക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ടു ആഡ് സം ടു നമ്പേഴ്സ്, അല്ലെങ്കിൽ ടു സബ്സ്ട്രാക്ട് സം നമ്പേഴ്സ്, അല്ലെങ്കിൽ ഡിവിഷൻ പെർഫോം ചെയ്യാൻ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഓപ്പറേഷൻ പെർഫോം ചെയ്യാൻ. അപ്പോൾ ആ ഡിവൈഡ് ചെയ്യുന്ന ഫംഗ്ഷന് അതിന് അവിടെ ക്ലിയർ ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരിക്കും അതിൻ്റെ പേർപ്പസ് എന്താണെന്നുള്ളത്. ആ പേർപ്പസിന് കറസ്പോണ്ടിങ് ആയിട്ട് മാത്രമേ നമ്മൾ ആ ഫംഗ്ഷൻ ഡിവൈഡ് ചെയ്യുന്നുള്ളൂ. ആൻഡ് ദ സെയിം ടൈം ക്ലിയർലി ഡിഫൈൻഡ് ഇൻ്റർഫേസ് ടു അതർ ഫംഗ്ഷൻസ് ഇൻ ദ പ്രോഗ്രാം. മറ്റ് ഫംഗ്ഷനിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇൻ്റർഫേസ് നമ്മൾ അവിടെ ക്ലിയർ ആയിട്ട് നമ്മൾ പറഞ്ഞു കൊടുത്ത് ഡിഫൈൻ ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതാണ് ഒരു പ്രൊസീജിയർ ഓറിയൻറ്റഡ് ലാംഗ്വേജസിൻ്റെ ഫ്ലോ എന്ന് പറയുന്നത്. ഫങ്ഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. ആ ഫംഗ്ഷന് ഡിഫൈൻഡ് പേർപ്പസിന് വേണ്ടിയായിരിക്കും ആ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നത്. മറ്റു ഫംഗ്ഷനിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ദർ വിൽ ബി ആൻ ഇൻ്റർഫേസ്, ഒരു കറസ്പോണ്ടിങ് ഇൻ്റർഫേസ് അവിടെ ഉണ്ടായിരിക്കും. ആൻഡ് ദ തേർഡ് പോയിന്റ്, ദ ഐഡിയ ഓഫ് ബ്രേക്കിംഗ് എ പ്രോഗ്രാം into functions can be further extended by grouping a number of functions together into a large entity called a module. എന്താ പറയുക, the idea of breaking a program into functions can be further extended. ഈ ഡിവൈഡ് ചെയ്തേക്കുന്ന ഫങ്ഷൻസിനെ നമ്മൾ അത് കഴിഞ്ഞതിന് ശേഷം ഫർദർ എക്സ്റ്റെൻഡഡ് ബൈ ഗ്രൂപ്പിംഗ് എ നമ്പർ ഓഫ് ഫങ്ഷൻസ്. എന്നിട്ട് ഈ ഫങ്ഷൻസിന് ടോട്ടലി നമ്മൾ എന്ത് ചെയ്യും, ഗ്രൂപ്പ് ചെയ്യും. എക്സ്റ്റെൻഡ് ചെയ്തിട്ട് നമ്മൾ എന്തെല്ലാം കൂടെ ഗ്രൂപ്പ് ചെയ്തിട്ട് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യും ടുഗെദർ ഇൻ ടു എ ലാർജ് എൻറ്റിറ്റി. അതിനെ ഒരു വലിയൊരു എൻറ്റിറ്റി അല്ലെങ്കിൽ വലിയൊരു പ്രോഗ്രാമായിട്ട് മാറ്റും. ദാറ്റ് പ്രോഗ്രാം ഈസ് കോൾഡ് എ മൊഡ്യൂൾ. അതിനെ നമ്മൾ പറയുന്നത് ഒരു മൊഡ്യൂൾ എന്ന് പറയുന്നത്. ദെർഫോർ വിത്തിൻ എ മൊഡ്യൂൾ ദർ വിൽ ബി എ നമ്പർ ഓഫ് ഫങ്ഷൻസ്. That functions are grouped together and it is called a module. എന്നിട്ട് നമ്മൾ അതിനെന്ത് ചെയ്യും, ഒരു മൊഡ്യൂൾ ഒന്ന് കോൾ ചെയ്യും. നമ്മളിപ്പോൾ സാധാരണ നമ്മുടെ പുസ്തകത്തിനകത്തൊരു മൊഡ്യൂളിനകത്ത് there will be more than one headings, ഒന്നിൽ കൂടുതൽ ഹെഡിങ്സ് ഉണ്ടായിരിക്കും. അതുപോലെ a program is divided into number of functions and every functions are extended together to make a module. ഒരു മൊഡ്യൂൾ മേക്ക് ചെയ്യാനും വേണ്ടി എന്ത് ചെയ്യും, അതിനെ നമ്മൾ ആഡ് ചെയ്തിട്ട് ഒരു വലിയൊരു മൊഡ്യൂളാക്കി മാറ്റും. ആ മൊഡ്യൂളിനകത്ത് ദർ വിൽ ബി നമ്പർ ഓഫ് ഫങ്ഷൻസ്. അപ്പോൾ അതാണ് ഒരു പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിൻ്റെ ലാംഗ്വേജിൻ്റെ ഒരു ഫ്ലോ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നിന്നും എന്തൊക്കെയാണ് നമുക്ക് ഡിഫറൻസ് ഉള്ളത് നമുക്ക് നോക്കാം. നമ്മുടെ ജാവ അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനകത്ത് അത് വാട്ട് ആർ ദ ഡിഫറൻസ്, എന്തൊക്കെയാണ് ഡിഫറൻസ് എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇത്രയാണ് ഈ സ്ലൈഡിനകത്ത് പറയുന്നത് ഡിവിഷൻ ഇൻ ടു ഫങ്ഷൻസ്. ദ പ്രോഗ്രാം ഈസ് ഡിവൈഡഡ് ഇൻ ടു നമ്പർ ഓഫ് ഫങ്ഷൻസ്. ദാറ്റ് ഫങ്ഷൻ ഹാസ് എ ഡിഫൈൻഡ് പേർപ്പസ് and there will be an interface to another functions. മറ്റൊരു ഫംഗ്ഷനിലേക്ക് ഒരു ഇൻ്റർഫേസ് ഉണ്ടായിരിക്കും. ഓരോ ഫംഗ്ഷനും അതിൻ്റേതായ ഡിഫൈൻഡ് പേർപ്പസ് ഉണ്ടായിരിക്കും. ദെൻ ഈ ഫങ്ഷൻസിനെല്ലാം നമ്മൾ ഗ്രൂപ്പ് ചെയ്ത് വി ആർ മേക്കിംഗ് എ മൊഡ്യൂൾ, ഒരു മൊഡ്യൂളാക്കി മാറ്റും.
അപ്പോൾ ഒരു മൊഡ്യൂളിനകത്ത് there will be number of functions. Each function has its own purpose and there will be an interface to another function. And that is the concept of division into functions. Next slide നോക്കുക. Procedure audio programming language. അതിനകത്ത് division into functions. We are represented the division into function in a pictorial manner. ഒരു പിക്ചറൈസ്ഡ് ഫോമാണ്, ഒരു ഡയഗ്രമാറ്റിക്കൽ ഫോമാണ് അവിടെ കൊടുത്തേക്കുന്നത്. ഹൗ ദ മെയിൻ പ്രോഗ്രാം ഈസ് ഡിവൈഡഡ്. ആ പിക്ചർ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ദ മെയിൻ പ്രോഗ്രാം ഈസ് ഡിവൈഡഡ് ഇൻ ടു നമ്പർ ഓഫ് ഫംഗ്ഷൻസ്. ഫംഗ്ഷൻ 1, ഫംഗ്ഷൻ 2, ഫംഗ്ഷൻ 3, ലൈക്ക് ദാറ്റ്. Then again function 2 is again divided into function 4, function 5 and function 7. അങ്ങനെ വീണ്ടും ഡിവൈഡ് ചെയ്തു. And there will be an interface from the function 1 to the function 4. And there is an interface from function 3 to function 5. അപ്പോൾ ഓരോ ഫംഗ്ഷൻസും അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആണ്. ആവശ്യമുള്ളത് there will be an interface to another function. Then function 4 is again divided into number of functions. Function 6, function 7. അങ്ങനെ ഓരോന്നും ഡിവൈഡ് ചെയ്ത് പോകുന്ന ഒരു കൺസെപ്റ്റ്. ഒരു ഫംഗ്ഷനിൽ നിന്ന് മറ്റൊരു ഫംഗ്ഷനിലോട്ട് ഒരു ഇൻ്റർഫേസ് വേണമെന്നുണ്ടെങ്കിൽ ദാറ്റ് ഇൻ്റർഫേസ് വിൽ ബി വെൽ ഡിഫൈൻഡ് ദർ. ആ ഒരു ഇൻ്റർഫേസ് എന്തായിരിക്കും അവിടെ വെൽ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ദാറ്റ് ഈസ് എ കൺസെപ്റ്റ് ഓഫ് ഡിവിഷൻ ഇൻ ടു ഫംഗ്ഷൻ ഇൻ പ്രൊസീജിയറൽ ഓറിയൻറ്റഡ് ലാംഗ്വേജ്. അതാണ് ഡിവിഷൻ ഇൻ ടു ഫംഗ്ഷനകത്ത് ഒരു പ്രൊസീജിയർ ഓറിയൻറ്റഡ് ലാംഗ്വേജിൻ്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ദ മെയിൻ പ്രോഗ്രാം ഈസ് ഡിവൈഡഡ് ഇൻ ടു നമ്പർ ഓഫ് ഫംഗ്ഷൻസ്. ദെൻ അഗെയിൻ ദാറ്റ് ഫംഗ്ഷൻ ഈസ് ഡിവൈഡഡ് അഗെയിൻ. And if there will be an interface from one function to another function. That interface will be well defined interface. ഒരു well defined ആയിരിക്കും. എവിടെ നിന്ന് എങ്ങോട്ട് പോകണം, എവിടെ നിന്ന് ആരെ കോൾ ചെയ്യണം. ഒരു ഫംഗ്ഷനകത്ത് നിന്ന് we can call another function. ആ ഒരു കൺസെപ്റ്റ് എല്ലാം കൂടി ചെന്നേക്കുന്നതാണ് ഈ ഡിവിഷൻ ഇൻ ടു ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. Listen to next slide. The drawbacks of procedure oriented programming language. സ്ലൈഡിനകത്ത് നോക്കുക. ഫസ്റ്റ് ഡ്രോബാക്ക് എന്ന് പറയുന്നത്, since every function has complete access to the global variables, the new programmer can corrupt the data accidentally by creating functions. Actually, you know what is a global variable. Within the C, you have studied a global variable is defined above the main function. And what is the peculiarity of that global variable? That global variable will be accessed from anywhere from your program. That means every function can access that global variable. And every statement, otherwise every operation can access that global variables. So that global variables are not protected anywhere. There is no security for the global variables. Those who are accessing that global variable can modify, update. So there is no security for your global variables. അപ്പോൾ നമ്മൾ ഗ്ലോബൽ വേരിയബിൾ എവിടെ ഡിക്ലെയർ ചെയ്താലും ആർക്കും അത് ആക്സസ് ചെയ്യാം, ആർക്കും അത് മോഡിഫൈ ചെയ്യാം, ആർക്കും അത് അപ്ഡേഷൻ ചെയ്യാം. അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ ആ ഒരു വാല്യൂവിന് ദർ ഈസ് നോ പ്രൊട്ടക്ഷൻ ഇല്ല ആ വാല്യൂവിന് എന്ന് പറയുന്നത്. സോ അതാണ് അതിൻ്റെ ഫസ്റ്റത്തെ ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത്. കാരണം എവ്രി വൺ ക്യാൻ ആക്സസ്. ഇപ്പോൾ നമ്മുടെ കേസിലും അങ്ങനെ എല്ലാവർക്കും ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ദർ ഈസ് നോ സെക്യൂരിറ്റി. ഇപ്പോൾ നമ്മളെ വീടിനകത്ത് എല്ലാവർക്കും എൻ്റർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ വീടിനൊരു സെക്യൂരിറ്റി ഇല്ല, ഒരു പ്രൊട്ടക്ഷൻ ഇല്ല. ബട്ട് അവിടെ നമ്മളൊരു ഡോർ വെച്ച് ക്ലോസ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആർക്കാണോ പെർമിഷൻ ഉള്ളത് അവർക്ക് മാത്രമേ അത് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെയാണ് ഈ ഗ്ലോബൽ വേരിയബിൾസിൻ്റെ ഡിക്ലറേഷൻ അല്ലെങ്കിൽ ഈ ഗ്ലോബൽ വേരിയബിൾസിൻ്റെ ആക്സസ് എന്ന് പറയുന്നത്. അത് മെയിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്യും. സോ മെയിൻ്റെ മുകളിലായിട്ട് ഡിഫൈൻ ചെയ്യുന്നതുകൊണ്ട് ആ ഗ്ലോബലായിട്ട് നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നത് ദാറ്റ് വേരിയബിൾ ഓർ ദാറ്റ് ഡാറ്റ ക്യാൻ ബി ആക്സസ്ഡ് ഫ്രം എനിവേർ ഇൻ യുവർ പ്രോഗ്രാം. അപ്പോൾ എന്താണ്, ദർ ഈസ് നോ പ്രൊട്ടക്ഷൻ. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ഡ്രോബാക്ക് ഓഫ് യുവർ പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ലൈക്ക് C, Pascal or Fortran. Since every function has complete access to the global variable, എല്ലാവർക്കും ആ ഗ്ലോബൽ വേരിയബിളിനെ ആക്സസ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് ദ ന്യൂ പ്രോഗ്രാമർ, ഒരു പുതിയൊരു പ്രോഗ്രാമർ വരുന്ന സമയത്ത് ഹി ക്യാൻ കറപ്റ്റ് ദ ഡാറ്റ ആക്സിഡൻ്റലി ബൈ ക്രിയേറ്റിംഗ് ഫങ്ഷൻസ്. അയാൾ യൂസ് ചെയ്ത അല്ലെങ്കിൽ അയാൾ ക്രിയേറ്റ് ചെയ്ത ഫങ്ഷൻസ് യൂസ് ചെയ്തിട്ട് ആ ഒരു വേരിയബിളിനെ അല്ലെങ്കിൽ ആ ഒരു ഗ്ലോബൽ വേരിയബിളിനെ അയാൾക്ക് കറപ്റ്റ് ചെയ്യാൻ പറ്റും. ആ കറപ്ഷൻ മീൻ ചെയ്യുന്നത് എന്തെങ്കിലും ഒരു ചേഞ്ചസ് ആയിരിക്കും. സം ടൈം ഇറ്റ് വിൽ ബി എ മോഡിഫിക്കേഷൻ, അതർവൈസ് ഹീസ് ഡിലീറ്റഡ് ദാറ്റ് ഡാറ്റ. എന്തെങ്കിലും മോഡിഫിക്കേഷനോ അപ്ഡേഷനോ എന്തെങ്കിലും ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ഡ്രോബാക്ക് ഓഫ് യുവർ പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. ആൻഡ് ലിസൺ ദ സെക്കൻഡ് വൺ. We can access the data from one function from other since there is no protection. We can access the data of one function. ഒരു ഫംഗ്ഷൻ്റെ ഡാറ്റ മറ്റൊരു ഫംഗ്ഷനെ ആക്സസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ മറ്റൊരു പ്രോഗ്രാമിൻ്റെ മറ്റൊരു കോഡിനെ ആക്സസ് ചെയ്യാൻ പറ്റും. സോ ദർ ഈസ് നോ പ്രൊട്ടക്ഷൻ.
അവിടെ എന്തില്ല, പ്രൊട്ടക്ഷൻ ഇല്ല. നിങ്ങൾ സി പഠിച്ച സമയത്ത് പഠിച്ചിട്ടുണ്ടായിരിക്കും, ഒരു ഫംഗ്ഷനകത്തുള്ള വേരിയബിൾസിന് മറ്റൊരു ഫംഗ്ഷൻ ആക്സസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ മറ്റൊരു കോഡിന് ആക്സസ് ചെയ്യാൻ പറ്റും. സോ ദർ ഈസ് നോ പ്രൊട്ടക്ഷൻ. ആൻഡ് ദ തേർഡ് വൺ, എ ലാർജ് പ്രോഗ്രാം, it is very difficult to identify what data is used by which function. ഒരു വലിയൊരു പ്രോഗ്രാമിനകത്ത് നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഏത് ഫംഗ്ഷൻ ഏത് ഡാറ്റയാണ് ഉപയോഗിച്ചതെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുക എന്ന് പറയുന്നത് ഇറ്റ്സ് ടു ഡിഫിക്കൽട്ട്. അത് ഭയങ്കര ഡിഫിക്കൽട്ട്. ബട്ട് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡിനകത്തില്ല. ഒബ്ജക്റ്റുകൾ വരുമ്പോൾ നമുക്ക് ഈസിലി ഐഡൻറ്റിഫൈ എവിടെയാണ് ആരാണ് യൂസ് ചെയ്തേക്കുന്നത്, ഏത് ഫംഗ്ഷൻ അല്ലെങ്കിൽ എവിടെയാണ് ആ ഡാറ്റ യൂസ് ചെയ്തതെന്ന് നമുക്ക് ഈസിലി ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. That is another drawback of your procedure-oriented programming language. In large program, it is very difficult to identify what data is used by which function. And that is the next drawback. And the next drawback is similarly, if new data is to be added, all the functions needed to be modified to access the data. That means നമ്മളൊരു ന്യൂ ഡാറ്റ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തു, നമ്മുടെ പ്രോഗ്രാമിനകത്ത് പുതിയൊരു ഡാറ്റ ആഡ് ചെയ്ത് കൊടുത്തു. ഓൾ ദ ഫങ്ഷൻസ് നീഡഡ് ടു ബി മോഡിഫൈഡ് ടു ആക്സസ് ദാറ്റ് ഡാറ്റ. എല്ലാവർക്കും ആ ഡാറ്റ ആക്സസ് ചെയ്യേണ്ടി വരും. എല്ലാ ഫങ്ഷൻസിനും അതിന് മോഡിഫൈ ചെയ്യേണ്ടി വരും. അപ്പോൾ ആ ഒരു ഡാറ്റയ്ക്ക് ദർ ഈസ് നോ കൺസിസ്റ്റൻസി, ഒരു സ്ഥിരത ഇല്ല ആ ഡാറ്റ എന്ന് പറയുന്നത്. എവ്രി വൺ ക്യാൻ ആക്സസ് ദാറ്റ് ഡാറ്റ. ആ ഡാറ്റ എല്ലാവർക്കും ആക്സസ് ചെയ്യാം, ദേ ക്യാൻ മോഡിഫൈ. അപ്പോൾ ആ ഒരു ഡാറ്റയ്ക്ക് അവിടെ ഒരു കൺസിസ്റ്റൻസി ഇല്ല. അതാണ് നെക്സ്റ്റ് എന്ന് പറയുന്നത്. സിമിലർലി ഇഫ് ന്യൂ ഡാറ്റ ഈസ് ടു ബി ആഡഡ്, ഓൾ ദ ഫങ്ഷൻസ് നീഡഡ് ടു ബി മോഡിഫൈഡ് ടു ആക്സസ് ദ ഡാറ്റ. ആൻഡ് ദ നെക്സ്റ്റ് വൺ, ഡസ് നോട്ട് മോഡൽ റിയൽ വേൾഡ് പ്രോബ്ലം വെരി വെൽ. പ്രൊസീജിയർ ഓറിയൻറ്റഡ് ലാംഗ്വേജസിന് ഒരു റിയൽ വേൾഡ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് അത് കറക്റ്റായിട്ട് മോഡൽ ചെയ്യാൻ പറ്റില്ല എന്നാണ് പ്രൊസീജിയർ ഓറിയൻറ്റഡ് ലാംഗ്വേജിൻ്റെ മറ്റൊരു ഡ്രോബാക്ക് എന്ന് പറയുന്നത്. That means does not model a real world problem very well. ഒരു റിയൽ വേൾഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് അല്ലെങ്കിൽ ഒരു റിയാലിറ്റി നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന സമയത്ത് that cannot be modeled by the procedure oriented programming language. These are the main drawbacks of a procedure oriented programming language. Listen to next slide. Object oriented programming. Up to this time we studied the concept of procedural oriented languages. What are the procedure oriented languages and how it is working, then what are the benefits and what are the drawbacks. അതിൻ്റെ ഓരോ ഡ്രോബാക്കുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തു, അതിൻ്റെ വർക്കിംഗ് നമ്മൾ പറഞ്ഞു. നമ്മൾ അന്നേരവും പറഞ്ഞു ഒരു പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണെങ്കിൽ ഇറ്റ്സ് ഹാവ് എ സീക്വൻഷ്യൽ ഫ്ലോ. അതിനൊരു സീക്വൻഷ്യൽ ഫ്ലോ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ, അല്ലെങ്കിൽ ഒരു സ്ട്രക്ചേർഡ് ഫ്ലോ ആയിരിക്കും അതിനെന്ന് പറയുന്നത്. അതാണ് നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്തത്. ഗെറ്റ് ആൻ ഇൻപുട്ട്, ഒരു ഇൻപുട്ട് എടുക്കും ആൻഡ് ഓപ്പറേറ്റ് ഓൺ ദാറ്റ് ഇൻപുട്ട്. അതൊരു എന്തെങ്കിലും ഒരു ഓപ്പറേഷൻ ആവാം, ദെൻ ഡിവിഷൻ ബൈ 6 അല്ലെങ്കിൽ സം ഓപ്പറേഷൻ ആവാം, ദെൻ പ്രിൻറ്റ് ദാറ്റ് ഔട്ട്പുട്ട്. എന്നിട്ട് എന്ത് ചെയ്യും, ആ ഔട്ട്പുട്ട് നമ്മൾ പ്രിൻറ്റ് ചെയ്യും. അതൊരു പ്രൊസീജിയറാണ്. ആ ഒരു പ്രൊസീജിയറിനെ ബേസ് ചെയ്തിട്ട് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ ഒരു പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിനകത്ത് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ബട്ട് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അങ്ങനെയല്ല. ഈ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് തന്നെ ഫൈൻഡ് ചെയ്തേക്കുന്നത് എന്തിനാണ്, ടു ഓവർകം ദാറ്റ് ഫ്ലോ ഓഫ് പ്രൊസീജിയർ ഓറിയൻറ്റഡ് ലാംഗ്വേജസ്. സ്ലൈഡിനെ നോക്കാം. OOP was introduced to overcome flaws in the procedural approach to programming. പ്രൊസീജിയറൽ അപ്രോച്ചസിൻ്റെ ആ ഒരു ഫ്ലോ ഓവർകം ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ OOP എന്ന് പറയുന്ന കൺസെപ്റ്റ് യൂസ് ചെയ്യുന്നത്. OOP എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ്, അതിൻ്റെ എഴുതിയേക്കുന്നതാണ് OOP എന്ന് പറയുന്നത്. അപ്പം OOP തന്നെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത് തന്നെ ഏത് പ്രൊസീജിയറൽ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിൻ്റെ ആ ഒരു ഫ്ലോ ഓവർകം ചെയ്യാനും വേണ്ടി നമ്മൾ യൂസ് ചെയ്തത്. ഏതൊക്കെയാണ് ആ ഫ്ലോ എന്ന് പറയുന്നത് നമുക്ക് നോക്കാം. സച്ച് ആസ് ലാക്ക് ഓഫ് റീയൂസബിലിറ്റി ആൻഡ് മെയിൻറ്റൈനബിലിറ്റി. ലാക്ക് ഓഫ് റീയൂസബിലിറ്റി ഇല്ല, അതാണ് പ്രൊസീജിയർ ഓറിയൻറ്റഡിൻ്റെ മറ്റൊരു ഡ്രോബാക്ക് എന്ന് പറയുന്നത്. വീണ്ടും യൂസ് ചെയ്യുക. റീയൂസബിലിറ്റി മീൻ ചെയ്യുന്ന വീണ്ടും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുക. ഒരു കോഡ് എഴുതി കൊടുത്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം എഴുതി കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പ്രോഗ്രാം നമുക്ക് മറ്റൊരു പ്രോഗ്രാമിലേക്ക് അറ്റാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ആദ്യം എഴുതി കൊടുത്ത പ്രോഗ്രാമിനെ ഇവിടെ നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റില്ല. ഈ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിനകത്ത് ദർ ഈസ് എ കൺസെപ്റ്റ് ഓഫ് ഇൻഹെറിറ്റൻസ്. ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിൻ്റെ കൺസെപ്റ്റ് നമ്മൾ പഠിക്കുന്നുണ്ട്. ദർ ഈസ് എ കൺസെപ്റ്റ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. ത്രൂ ഇൻഹെറിറ്റൻസ് വി ക്യാൻ അക്വയർ ദ പ്രോപ്പർട്ടീസ് ഓഫ് വൺ ക്ലാസ് ഇൻ ടു അനദർ ക്ലാസ്. ഒരു ക്ലാസിൻ്റെ പ്രോപ്പർട്ടീസ് മറ്റൊരു ക്ലാസ്സിന് ആക്സസ് ചെയ്യാൻ പറ്റും. അതിലൂടെ നമുക്ക് റീയൂസബിലിറ്റി എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി ആക്സസ് ചെയ്യാൻ പറ്റും. അതായത് വേറെ എവിടെയെങ്കിലും എഴുതി കൊടുത്തേക്കുന്ന കോഡുകൾ ആ കോഡിനെ അതുപോലെ നമ്മൾ വീണ്ടും നമ്മുടെ പ്രോഗ്രാമിനകത്ത് എഴുതി കൊടുക്കേണ്ട, വി ക്യാൻ റീയൂസ് ദാറ്റ് കോഡ്. ഈ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്ന കൺസെപ്റ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റും.
അപ്പം ആ ഒരു ഫ്ലോ ഓഫ് അപ്രോച്ച് എന്ന് പറയുന്നത് പ്രൊസീജിയർ ഓറിയൻറ്റഡ് ലാംഗ്വേജിൻ്റെ ആ ഫ്ലോ ഓഫ് അപ്രോച്ചിനെ അതിനെ ഓവർകം ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡിനകത്ത് റീയൂസബിലിറ്റി എന്ന് പറയുന്നത്. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് ദ മെയിൻറ്റൈനബിലിറ്റി. ടു ഇംപ്രൂവ് ദ പെർഫോമൻസ് ഓഫ് യുവർ സോഫ്റ്റ്വെയർ ഓർ പ്രോഗ്രാം. നമ്മുടെ സോഫ്റ്റ്വെയറിൻ്റെയോ അല്ലെങ്കിൽ പ്രോഗ്രാമിൻ്റെയോ പെർഫോമൻസ് നമുക്ക് ഇംപ്രൂവ് ചെയ്യാം. മറ്റേ സീക്കകത്ത് അങ്ങനെ എഴുതി കൊടുത്തിട്ടുണ്ടെങ്കിൽ ദാറ്റ് കനോട്ട് ബി മെയിൻറ്റൈൻഡ്. അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. ദാറ്റ് വിൽ ബി എക്സിക്യൂട്ടഡ്. എന്താണോ നമ്മൾ എഴുതി കൊടുത്തത് ദാറ്റ് വിൽ ബി എക്സിക്യൂട്ടഡ്. ബട്ട് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിനകത്ത് വി ക്യാൻ മെയിൻറ്റെയിൻ ദാറ്റ് കോഡ്. വീണ്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും, അതിൻ്റെ പെർഫോമൻസ് നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. അപ്പം അതൊക്കെയാണ് ഈ ഒരു പിന്നെ നമ്മുടെ പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിൻ്റെ ഡ്രോബാക്കിനെ നമ്മൾ ഓവർകം ചെയ്യാനും വേണ്ടി എവിടെ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിനകത്ത് യൂസ് ചെയ്തേക്കുന്നത്. അപ്പം എന്തൊക്കെയുണ്ട്, റീയൂസബിലിറ്റി ഉണ്ട് ആൻഡ് മെയിൻറ്റൈനബിലിറ്റി ഉണ്ട്. And the next one is fundamental idea behind object oriented language is to combine into a single unit both data and functions that operate on the data. Fundamental idea behind the object oriented programming language. Object oriented programming languages നാത്തുള്ള ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ എന്ന് പറയുന്നത് is to combine into a single unit. എന്താ കമ്പൈൻ ചെയ്തിട്ട് ഒരു സിംഗിൾ യൂണിറ്റ് ആക്കി മാറ്റുന്നുണ്ട്. ആരൊക്കെയാണ് കമ്പൈൻ ചെയ്യുന്നത്? ദ ഡാറ്റ ആൻഡ് ഫങ്ഷൻസ് ദാറ്റ് ഓപ്പറേറ്റ് ഓൺ ദാറ്റ് ഡാറ്റ. ഒരു ഡാറ്റയും ഒരു ഫങ്ഷനും, ആ ഡാറ്റയുടെ മേലെ വർക്ക് ചെയ്യുന്ന ഫങ്ഷനെയും ഡാറ്റേനെയും കൂടെ നമ്മൾ കമ്പൈൻ ചെയ്തിട്ട് വി ആർ മേക്കിംഗ് ദാറ്റ് വൺ ഇൻ ടു എ സിംഗിൾ യൂണിറ്റ്. ദാറ്റ് സിംഗിൾ യൂണിറ്റ് ഈസ് കോൾഡ് ഒബ്ജക്റ്റ്. ആ ഒരു സിംഗിൾ യൂണിറ്റിനെ നമ്മൾ കോൾ ചെയ്യുന്നത് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞ് കോൾ ചെയ്യുന്നത്. സി പ്രോഗ്രാമിനകത്ത് നമ്മൾ കൊടുക്കുന്ന സമയത്ത് ദർ വിൽ ബി ലോട്ട് ഓഫ് ഫങ്ഷൻസ്, കുറേ ഫങ്ഷൻസ് ഉണ്ടായിരിക്കും. ആ ഫങ്ഷൻസിനൊക്കെ നമ്മൾ അതിൻ്റെ ഫങ്ഷൻ്റെ നെയിം വെച്ചിട്ട് നമ്മൾ ആക്സസ് ചെയ്യണം. ഇവിടെ ഒരു ഒബ്ജക്റ്റ്, നമ്മൾ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിനകത്ത് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്താൽ ദാറ്റ് ഒബ്ജക്റ്റ് കണ്ടെയ്ൻ എവറി ഡാറ്റ മെമ്പേഴ്സ് ആൻഡ് എവറി ഫങ്ഷൻസ് ഡിഫൈൻഡ് ഇൻ യുവർ ക്ലാസ്. ഒരു ക്ലാസ്സിനകത്ത് ഡിഫൈൻ ചെയ്ത എല്ലാ ഡാറ്റ മെമ്പേഴ്സും സെയിം ടൈം എവറി ഫങ്ഷൻ വിൽ ബി ദർ. ജാവക്കകത്ത് നമ്മൾ ഫങ്ഷൻസ് എന്നല്ല പറയാം, വി ആർ കോളിംഗ് ദാറ്റ് ഫങ്ഷൻ ആസ് മെത്തേഡ്. മെത്തേഡുകൾ എന്നാണ് പറയാം. ഇൻസ്റ്റെഡ് ഓഫ് ഫങ്ഷൻ വി ആർ കോളിംഗ് ആസ് മെത്തേഡ് എന്നാണ് ജാവക്കകത്ത് പറയാം. സിയിലും സി പി പിയിലൊക്കെ നമ്മൾ ഫങ്ഷൻസ് എന്ന് പറയുന്നത്, ബട്ട് വിത്തിൻ ദ ജാവ വി ആർ കോളിംഗ് ദാറ്റ് വൺ ആസ് എ മെത്തേഡ്. അതിനെ നമ്മൾ മെത്തേഡ് എന്ന് പറയും. അപ്പോൾ ഇതാണ് ഒരു ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിൻ്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ലിസൺ ടു നെക്സ്റ്റ് സ്ലൈഡ്. ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. വാട്ട് ആർ ദ മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ്? ഏതൊക്കെയാണ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്? ശ്രദ്ധിക്കാം. That first characteristics, object oriented programming, the first characteristics that emphasize on data rather than procedures. Object oriented OOPS എന്ന് പറയുന്ന concept that emphasize on data rather than procedure. ഒരു പ്രൊസീജിയറിനല്ല അവിടെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്ന ഒബ്ജക്റ്റ് ഓറിയൻറ്റഡിനകത്ത്. ദർ ഇമ്പോർട്ടൻറ്റ് ഫോർ ദ ഡാറ്റാസിനാണ് അവിടെ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു ATM ക്യാഷ് എടുക്കുന്ന സമയത്ത് ആ ATM മെഷീൻ എങ്ങനെ വർക്ക് ചെയ്യും നമുക്കറിയേണ്ട ആവശ്യമില്ല. നമുക്ക് കറക്റ്റ് നമ്മുടെ ഔട്ട് എന്ന് പറയുന്ന കറക്റ്റ് എന്താണ്, നമുക്ക് ആ ഒരു ക്യാഷ് മാത്രമാണ്. അപ്പോൾ അവിടെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് എന്തിനാണ്? ക്യാഷിനാണ്. അതുപോലെയാണ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിനകത്ത് പ്രൊസീജിയേഴ്സിനല്ല ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. വി ആർ ഗിവൺ ഇമ്പോർട്ടൻസ് ടു ദ ഡാറ്റാസിനാണ് അവിടെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. എംഫസൈസ് ഓൺ ഡാറ്റ റാദർ ദാൻ procedures. But procedure oriented languages we are given importance to the procedures, how it is working, the program is working, the sequential flow of the program. Adinana avade importance nu parayunnathu, not to the data. But within the object oriented programming languages we have given importance to the data rather than the procedure. And the second one, programs are divided into entities known as object. ഓരോ പ്രോഗ്രാമുകളും ഓരോ എൻറ്റിറ്റികളായിട്ട് ഡിവൈഡ് ചെയ്തു. ഫംഗ്ഷൻ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നതിന് പകരം വി ആർ ഡിവൈഡഡ് ഇൻ ടു സം എൻറ്റിറ്റീസ്. ദാറ്റ് എൻറ്റിറ്റീസ് ആർ കോൾഡ് ഒബ്ജക്റ്റ്. ആ എൻറ്റിറ്റീസിനെ നമ്മൾ ഒബ്ജക്റ്റ് എന്ന് കോൾ ചെയ്തു. നമുക്ക് പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് വി ക്യാൻ ക്രിയേറ്റ് എൻ ഒബ്ജക്റ്റ്, ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും ഹൗ ദാറ്റ് ഒബ്ജക്റ്റ് ഈസ് ആക്സസിങ് ദ ഡാറ്റ ആൻഡ് ഹൗ ഇറ്റ് ക്യാൻ ബി ഓപ്പറേറ്റ് ഓൺ ഡാറ്റക്കകത്തൊക്കെ എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യുന്നത്, എങ്ങനെ അത് ഡിഫൈൻ ചെയ്യുന്നത്, എങ്ങനെയാണ് ഒരു ഒബ്ജക്റ്റിനെ ഡിക്ലെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും. എനിവേ, ഹിയർ വി ഡിവൈഡഡ് ദ പ്രോഗ്രാം ഇൻ ടു എൻറ്റിറ്റീസ് ദാറ്റ് ആർ കോൾഡ് ഒബ്ജക്ട്സ്. ആൻഡ് ദ തേർഡ് വൺ നോക്കുക, ഡാറ്റ സ്ട്രക്ചേഴ്സ് ആർ ഡിസൈൻഡ് സച്ച് ദാറ്റ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഒബ്ജക്റ്റ്. ഡാറ്റ സ്ട്രക്ചർ ഡിസൈൻ ചെയ്യുന്നത്, നിങ്ങൾ ഡാറ്റ സ്ട്രക്ചർ ഓൾറെഡി പഠിച്ചവരാണ്. അപ്പം ആ ഒരു സിസ്റ്റത്തിൻ്റെ അല്ലെങ്കിൽ ആ ഒരു പ്രോഗ്രാമിൻ്റെ ഡാറ്റ സ്ട്രക്ചർ ഡിസൈൻ ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? ദ ക്യാരക്ടറൈസ് ഒബ്ജക്റ്റ്. ഒബ്ജക്റ്റിനെ ക്യാരക്ടറൈസ് ബേസ് ചെയ്തുകൊണ്ടായിരിക്കും.
And the next one, functions that operate on data of an object are tied together in data structure. Next ശ്രദ്ധിക്കാം, functions that operate on data of an object are tied together in data structures. ഒരു ഒബ്ജക്റ്റിൻ്റെ ഡാറ്റയിൽ വർക്ക് ചെയ്യുന്ന ഫങ്ഷൻസ് ഏതൊക്കെ ഫങ്ഷൻസ് ആണോ ആ ഒബ്ജക്റ്റിൻ്റെ ഡാറ്റയിൽ വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ ഓപ്പറേറ്റ് ചെയ്യുന്നത്, എവ്രി വൺ ഈസ് ടൈഡ് ഇൻ ടുഗദർ ഇൻ ഡാറ്റ സ്ട്രക്ചർ. അപ്പോൾ ആദ്യം തന്നെ അതിൻ്റെ ഡാറ്റ സ്ട്രക്ചറിനകത്ത് ഏതൊക്കെ ഫംഗ്ഷൻ ഉണ്ട്, അവർ ഏതൊക്കെ ഡാറ്റാസ് യൂസ് ചെയ്യുന്നുണ്ട്, എല്ലാം വെൽ ഡിഫൈൻഡ് ആയിരിക്കും. ബട്ട് സീക്കകത്ത് നമ്മൾ ഡ്രോബാക്സിനകത്ത് പറഞ്ഞു ഏത് ഫംഗ്ഷൻ ഏത് ഡാറ്റ യൂസ് ചെയ്ത് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. ബട്ട് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിനകത്ത് ആ ഡാറ്റ സ്ട്രക്ചറിനകത്ത് നമ്മൾ വെൽ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും ഏത് ഫംഗ്ഷൻ ഏത് ഡാറ്റയെ യൂസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഏത് ഡാറ്റയെ ഓപ്പറേറ്റ് ചെയ്യുന്നുള്ളത്. ദാറ്റ് വിൽ ബി വെൽ ഡിഫൈൻഡ് വിത്തിൻ യുവർ ഡാറ്റ സ്ട്രക്ചർ. That is another concept, മറ്റൊരു characteristics എന്ന് പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ് നോക്കുക, ഡാറ്റ ഈസ് ഹിഡൻ ആൻഡ് കനോട്ട് ബി ആക്സസ്ഡ് ബൈ എക്സ്റ്റേണൽ ഫങ്ഷൻസ്. ഡാറ്റാസ് ഒക്കെ എന്തായിരിക്കും, ഹിഡൻ ആയിരിക്കും, അതായത് എല്ലാവർക്കും ആക്സസ് ചെയ്യാൻ പറ്റില്ല. ആസ് ലൈക്ക് ഗ്ലോബൽ വേരിയബിൾ ഇൻ സി, ഗ്ലോബൽ വേരിയബിൾ സിക്കകത്തുള്ള ഗ്ലോബൽ വേരിയബിൾ പോലെ എല്ലാവർക്കും ആക്സസ് ചെയ്യാൻ പറ്റില്ല. ഡാറ്റാസ് ആർ ഹിഡൻ. ഡാറ്റാസ് എന്തായിരിക്കും, ഹിഡൻ ആയിരിക്കും. ആവശ്യമുള്ളവർക്ക് മാത്രം അല്ലെങ്കിൽ ആവശ്യമുള്ളവർക്ക് മാത്രമേ അത് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. ഡാറ്റ is hidden and cannot be accessed by external function. പുറത്തുനിന്നുള്ള ഫങ്ഷൻസിനൊന്നും ആ ഡാറ്റേനെ ആക്സസ് ചെയ്യാൻ പറ്റില്ല. അത് മറ്റൊരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിൻ്റെ എന്ന് പറയുന്നത്. അപ്പോൾ അതിലൂടെ നമുക്ക് എന്താ ഗിവൻ ചെയ്യുന്നത്, വി ക്യാൻ പ്രൊട്ടക്റ്റ് ദ ഡാറ്റ. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഡാറ്റയെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും. ത്രൂ ദാറ്റ് വി ക്യാൻ ആക്സസ് ദ സെക്യൂരിറ്റി. അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെക്യൂരിറ്റിയും ആക്സസ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് നോക്കുക, ഒബ്ജക്റ്റ് കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഈച്ച് അതർ ത്രൂ ഫങ്ഷൻസ്. ഒബ്ജക്റ്റുകൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു ബൈ സെൻഡിങ് ആൻഡ് റിസീവിങ് മെസ്സേജസ് ത്രൂ ഫങ്ഷൻസ്. ഫങ്ഷനിലൂടെ ഒബ്ജക്റ്റുകൾ എന്ത് ചെയ്യും, കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ദർ വിൽ ബി മോർ ദാൻ വൺ ഒബ്ജക്ട്സ്. എവറി ഒബ്ജക്റ്റ് ക്യാൻ കമ്മ്യൂണിക്കേറ്റ് വിത്ത് അതർ ഫങ്ഷൻസ് ബൈ സെൻഡിങ് ആൻഡ് റിസീവിങ് മെസ്സേജസ്. ആ ഒരു കൺസെപ്റ്റ് നമുക്ക് പറയുന്നുണ്ട്. സെൻഡിങ് ആൻഡ് റിസീവിങ് മെസ്സേജ് പാസിംഗ് എന്ന് പറയുന്ന കൺസെപ്റ്റ് നമുക്ക് ഊപ്സിൻ്റെ കൺസെപ്റ്റിനകത്ത് പറയാനുണ്ട്. അപ്പോൾ എനിവേ ഒബ്ജക്ട്സ് കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഈച്ച് അതർ ത്രൂ ഫങ്ഷൻസ്. ആൻഡ് ദ നെക്സ്റ്റ് വൺ, ന്യൂ ഡാറ്റ ആൻഡ് ഫങ്ഷൻസ് ക്യാൻ ബി ഈസിലി ആഡഡ് വെനെവർ നെസസറി. എപ്പോഴാണോ നമുക്ക് ആവശ്യമുള്ളത് അന്നേരമെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പുതിയ ഡാറ്റ ആഡ് ചെയ്യാം, പുതിയ ഫങ്ഷൻസ് ആഡ് ചെയ്യാം. ഇറ്റ്സ് നോട്ട് എ മാറ്റർ. ന്യൂ ഡാറ്റ ആൻഡ് ഫങ്ഷൻസ് ക്യാൻ ബി ഈസിലി ആഡഡ് വെനെവർ നെസസറി. ആൻഡ് ദ ലാസ്റ്റ് വൺ, ഫോളോസ് ബോട്ടം അപ്പ് ഡിസൈൻ ഇൻ പ്രോഗ്രാം ഡിസൈൻ. ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിനകത്ത് ബോട്ടം അപ്പ് ഡിസൈനിങ് ആണ്, താഴേന്ന് മേലേക്കാണ് ബോട്ടം അപ്പ് ഡിസൈനിങ് ആണ് വരുന്നത്, നോട്ട് ടോപ്പ് ഡൗൺ ഡിസൈനിങ്. സി ഒക്കെ ടോപ്പ് ഡൗൺ ഡിസൈനിങ് ആണ്, മേലെന്ന് താഴേക്കാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ബട്ട് ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ്. ഇറ്റ്സ് നോട്ട് എ സീക്വൻഷ്യൽ ഫ്ലോ. ഇറ്റ്സ് ബോട്ടം അപ്പ് ഡിസൈനിങ്. ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ബോട്ടം അപ്പ് ഡിസൈനിങ് ആണ് ചെയ്തേക്കുന്നത്. These are the main characteristics of an object-oriented programming languages. Listen to next slide. Benefits of OOP. എക്സാമിനകത്ത് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്, what are the benefits of object-oriented programming languages എന്ന് പറയുന്നത്. ഫസ്റ്റ് ബെനിഫിറ്റ് നോക്കുക, യൂസർ ക്യാൻ ക്രിയേറ്റ് ന്യൂ ഡാറ്റ ടൈപ്പ് ഓർ യൂസേഴ്സ് ഡിഫൈൻ ഡാറ്റ ടൈപ്പ് ബൈ മേക്കിംഗ് എ ക്ലാസ്. യൂസർ ക്യാൻ ക്രിയേറ്റ് എ ന്യൂ ഡാറ്റ ടൈപ്സ്. യൂസറിന് എന്താ പുതിയൊരു ഡാറ്റ ടൈപ്പ് ക്രിയേറ്റ് ചെയ്യാം. ഓർ എന്താണ്, യൂസേഴ്സ് ഡിഫൈൻ ഡാറ്റ ടൈപ്പ് ബൈ മേക്കിംഗ് എ ക്ലോസ്. ഒരു ക്ലാസ് എന്ന് പറയുന്ന കൺസെപ്റ്റ്, ജാവ ഈസ് എ പ്യൂർലി ക്ലാസ് ബേസ്ഡ് പ്രോഗ്രാം. ക്ലാസ് ഓറിയൻറ്റഡ് പ്രോഗ്രാമാണ് ജാവ എന്ന് നമ്മൾ പറയാം. അപ്പം അങ്ങനെ ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്തിട്ട് പുതിയൊരു ഡാറ്റ ടൈപ്പ് നമുക്ക് അവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് അതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. വി ക്യാൻ ക്രിയേറ്റ് എ ക്ലാസ്. ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ആ ക്ലാസ്സിനകത്ത് നമുക്ക് വേണ്ട ഡാറ്റ ടൈപ്സുകളും ഫങ്ഷൻസും എന്തൊക്കെ ഓപ്പറേഷൻ വേണോ എവറിത്തിങ് വിൽ ബി ഡിഫൈൻ വിത്തിൻ ദാറ്റ് ക്ലാസ്. ആ ക്ലാസ്സിനകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിഫൈൻ ചെയ്യാൻ പറ്റും. അതൊരു യൂസർ ഡിഫൈൻഡ് ആണ് ആ ക്ലാസ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് യൂസർ ക്യാൻ ക്രിയേറ്റ് എ ന്യൂ ഡാറ്റ ടൈപ്പ്. പുതിയൊരു ഡാറ്റ ടൈപ്പാണ് ഈ ക്ലാസ് എന്ന് പറയുന്നത്, അത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓർ യൂസേഴ്സ് ഡിഫൈൻ ഡാറ്റ ടൈപ്പ് ബൈ മേക്കിംഗ് എ ക്ലോസ്. അല്ലെങ്കിൽ യൂസേഴ്സിന് ഒരു ഡാറ്റ ടൈപ്പ് മേക്ക് ചെയ്യാൻ പറ്റും ബൈ ക്ലാസ്. ഒരു ക്ലാസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഫസ്റ്റത്തെ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ, കോഡ് ക്യാൻ ബി റീയൂസ്ഡ് ബൈ യൂസിങ് ഇൻഹെറിറ്റൻസ്. ഒരു പ്രോഗ്രാം എഴുതി കൊടുത്തിട്ടുണ്ടെങ്കിൽ മറ്റൊരു പ്രോഗ്രാമിലേക്ക് ആ സെയിം കോഡ് വേണമെന്ന് വിചാരിക്കുക.
അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, രണ്ടാമത്തെ പ്രോഗ്രാമിൽ സാധാരണ സീക്കകത്താണെങ്കിൽ ആദ്യം എഴുതിയ പ്രോഗ്രാം നമ്മൾ രണ്ടാമത്തെ പ്രോഗ്രാമിൽ ആ കോഡ് അതുപോലെ തന്നെ എഴുതി കൊടുക്കണം. ഫോർ എക്സാമ്പിൾ നമ്മളൊരു അഡീഷന് വേണ്ടി ഒരു പ്രോഗ്രാം എഴുതി, എന്നിട്ട് നമ്മളൊരു രണ്ടാമത്തെ പ്രോഗ്രാം എഴുതുകയാണ്, ഏത് ഒരു അരിതമെറ്റിക് ഓപ്പറേഷന് വേണ്ടി മറ്റൊരു പ്രോഗ്രാം എഴുതുക. അപ്പോൾ ഓൾറെഡി നമ്മൾ അഡീഷൻ ഒരു പ്രോഗ്രാം എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സീക്കകത്താണെന്നുണ്ടെങ്കിൽ അരിതമെറ്റിക് ഓപ്പറേഷൻ എഴുതുമ്പോൾ നമ്മൾ അഡീഷൻ ആദ്യം എഴുതണം, സബ്ട്രാക്ഷൻ എഴുതണം, മൾട്ടിപ്ലിക്കേഷൻ എഴുതണം, ഡിവിഷൻ എഴുതണം, അങ്ങനെ ഓരോന്ന് എഴുതി കൊടുക്കണം. ബട്ട് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, എവിടെയാണോ നമ്മൾ അഡീഷൻ എഴുതി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനെ നേരെ ഇങ്ങോട്ടേക്ക് സെക്കൻഡ് പ്രോഗ്രാമിനകത്ത് അരിതമെറ്റിക് ഓപ്പറേഷൻ്റെ പ്രോഗ്രാമിനകത്തോട്ട് നമുക്ക് ഇൻഹെറിറ്റ് ചെയ്യാം. അതിൻ്റെ ടോട്ടൽ ഫീച്ചേഴ്സ് നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, സെക്കൻഡ് പ്രോഗ്രാമിലേക്ക് അക്വയർ ചെയ്യാൻ പറ്റും, ആക്സസ് ചെയ്യാൻ പറ്റും. അതാണ് മറ്റൊരു ബെനിഫിറ്റ്, ഊപ്സിൻ്റെ മറ്റൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. കോഡ് ക്യാൻ ബി റീയൂസ് ബൈ യൂസിങ് ഇൻഹെറിറ്റൻസ്. ഇൻഹെറിറ്റൻസ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കോഡ് നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റും, വീണ്ടും യൂസ് ചെയ്യാൻ പറ്റും. അതാണ് നെക്സ്റ്റ് ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ആൻഡ് ദ തേർഡ് ബെനിഫിറ്റ്, ഡാറ്റ ക്യാൻ ബി ഹൈഡിങ് ഫ്രം ഔട്ട്സൈഡ് വേൾഡ് ബൈ യൂസിങ് എൻക്യാപ്സുലേഷൻസ്. എൻക്യാപ്സുലേഷൻ എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിനകത്തുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ട്, എൻക്യാപ്സുലേഷൻ എന്ന് പറയുന്നത്. ആ എൻക്യാപ്സുലേഷൻ ടെക്നിക് യൂസ് ചെയ്തിട്ട് വി ക്യാൻ ഹൈഡ് ദ ഡാറ്റ ഫ്രം ഔട്ട്സൈഡ് ദ വേൾഡ്, അല്ലെങ്കിൽ ഔട്ട്സൈഡ് ദ ഫംഗ്ഷൻ, മറ്റൊരു ഫംഗ്ഷനകത്തുനിന്നോ അല്ലെങ്കിൽ മറ്റ് പ്രോഗ്രാംസിനകത്തുനിന്നോ നമ്മുടെ ഡാറ്റയെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഹൈഡ് ചെയ്ത് വെക്കാൻ പറ്റും, യൂസിങ് ദ ടെക്നിക് ഓഫ് എൻക്യാപ്സുലേഷൻ. എൻക്യാപ്സുലേഷൻ എന്ന് പറയുന്ന ടെക്നിക് യൂസ് ചെയ്തിട്ട്. അപ്പോൾ അവിടെ സെക്യൂരിറ്റിയാണ് ആ ഡാറ്റയ്ക്ക് കിട്ടുന്നത്, പ്രൊട്ടക്ഷനാണ് ആ ഡാറ്റയ്ക്ക് കിട്ടുന്നത്. എല്ലാവർക്കും അതിനെ ആക്സസ് ചെയ്യാൻ പറ്റില്ല. ദാറ്റ് ഡാറ്റ ഈസ് ഹൈഡഡ് ദർ ബൈ യൂസിങ് ദ കൺസെപ്റ്റ് ഓഫ് encapsulation. And the next one, operators or functions can be overloaded by using polymorphism. There is another concept in object oriented programming language. മറ്റൊരു കൺസെപ്റ്റ് ആണ് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിന്റെ പോളിമോർഫിസം എന്ന് പറയുന്നത്. ഇതൊക്കെ നമ്മൾ ഇതിന്റെ കൺസെപ്റ്റുകൾ നമ്മൾ പഠിക്കുന്നുണ്ട്, അന്നേരം നിങ്ങൾക്ക് മനസ്സിലാവും. പോളിമോർഫിസം എന്ന് പറയുന്ന കൺസെപ്റ്റ് യൂസ് ചെയ്ത്, പോളിമോർഫിസം എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്, അതിന് ആ വേർഡിന്റെ മീനിങ് തന്നെ. ദെൻ പോളിമോർഫിസം എന്ന് പറഞ്ഞാൽ തന്നെ അതിൻ്റെ മീനിങ് എന്താണ്, എബിലിറ്റി ടു ടേക്ക് മോർ ദാൻ വൺ ഫോം. ഒന്നിൽ കൂടുതൽ ഫോമുകൾ എബിലിറ്റി എക്സിബിറ്റ് ചെയ്യാനുള്ള ഒരു കഴിവിനെയാണ് നമ്മൾ പോളിമോർഫിസം എന്ന് പറയുന്നത്. അപ്പം ഓപ്പറേറ്റേഴ്സ് ഓർ ഫങ്ഷൻസ് ക്യാൻ ബി ഓവർലോഡഡ് ബൈ യൂസിങ് പോളിമോർഫിസം. ഈ പോളിമോർഫിസം ടെക്നിക്സ് യൂസ് ചെയ്തിട്ട് ഓപ്പറേറ്റേഴ്സിനെയും ഫങ്ഷൻസിനെയും സെയിം ഫങ്ഷൻ നെയിം കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറേ പ്രോഗ്രാംസ് എഴുതാം. ഇപ്പോൾ ആഡ് ഓഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ കൊടുത്തിട്ട് നമുക്ക് സാധാരണ സീക്കകത്ത് ആഡ് ഓഫ് എന്ന് പറഞ്ഞാൽ ഒരു ഫംഗ്ഷൻ മാത്രമേ ഡിക്ലെയർ ചെയ്യാൻ പറ്റുള്ളൂ. ബട്ട് ജാവക്കകത്ത് ആഡ് ഓഫ് എന്ന് പറയുന്ന ഒരു 10 ഫംഗ്ഷൻ നമുക്ക് യൂസ് ചെയ്യാം. അതിൻ്റെ പാരാമീറ്റേഴ്സിനകത്ത് മാത്രമേ ഡിഫറൻസ് ഉണ്ടായിരിക്കുള്ളൂ. ദ സെയിം ഫംഗ്ഷൻ നെയിം ഈസ് യൂസ്ഡ് ഫോർ ഡിഫറെൻറ്റ് പേർപ്പസസ്. ദാറ്റ് ഈസ് കോൾഡ് പോളിമോർഫിസം. അതിനെ നമ്മൾ പോളിമോർഫിസം എന്ന് പറയുന്നത്, എബിലിറ്റി ടു ടേക്ക് മോർ ദാൻ വൺ ഫോം. ആ ഒരു പോളിമോർഫിസത്തിൻ്റെ കൺസെപ്റ്റ് യൂസ് ചെയ്തിട്ട് we can use operators or functions can be overloaded by using the polymorphism. So same functions or operators can be used for multitasking. അതുകൊണ്ട് ഒരു ഫംഗ്ഷനോ അല്ലെങ്കിൽ ഒരു ഓപ്പറേറ്ററെ തന്നെ നമുക്ക് മൾട്ടി ടാസ്കിങ്ങിന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റും, ഒന്നിൽ കൂടുതൽ ടാസ്കിങ്ങിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് ഓൾസോ അനദർ ബെനിഫിറ്റ് ഓഫ് ഊപ്പ്. മറ്റൊരു ബെനിഫിറ്റാണ് ഊപ്പിൻ്റെ എന്ന് പറയുന്നത്. ആ ബെനിഫിറ്റ് ഓർത്ത് വെക്കുക. യൂസർ ക്യാൻ ക്രിയേറ്റ് ന്യൂ ഡാറ്റ ടൈപ്സ്. പുതിയൊരു ഡാറ്റ ടൈപ്സ് യൂസർക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. കോഡ് ക്യാൻ ബി റീയൂസ്ഡ് ബൈ യൂസിങ് ഇൻഹെറിറ്റൻസ്. ഡാറ്റ ക്യാൻ ബി ഹൈഡിങ് ഫ്രം ഔട്ട്സൈഡ് വേൾഡ് ബൈ യൂസിങ് എൻക്യാപ്സുലേഷൻസ്. And the next one, operators or functions can be overloaded by using polymorphism. So same functions or operators can be used for multitasking. That are the benefits of OOPS. And listen to next slide. Benefits of OOPS is continuing. Next benefit, object oriented system can be easily upgraded from small system to a large system. ഒരു സ്മോൾ സിസ്റ്റത്തിൽ നിന്ന് ഒരു ലാർജ് സിസ്റ്റത്തിലോട്ട് അപ്ഗ്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് വെരി ഈസി. വളരെ ഈസിയാണ് നമുക്കെന്ന് പറയുന്നത്. നമുക്ക് ആവശ്യമുള്ളത് മാത്രം, നമുക്ക് കോഡുകൾ മാത്രം എഴുതി കൊടുത്താൽ മതി, ബാക്കിയെല്ലാം നമുക്ക് അവിടുന്ന് ആക്സസ് ചെയ്യാൻ പറ്റും. ഫ്രം എ സ്മോൾ സിസ്റ്റംസ് ടു ലാർജ് സിസ്റ്റം ഇറ്റ്സ് വെരി ഈസി ടു അപ്ഗ്രേഡ്. ദെൻ സെക്കൻഡ് വൺ, ഇറ്റ് ഈസ് ഈസി ടു പാർട്ടീഷൻ വർക്ക് ഫോർ സെയിം പ്രൊജക്റ്റ്. ഒരു പ്രൊജക്റ്റ് നിങ്ങൾ പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും, വി ആർ ഡിവൈഡിങ് ദ പ്രൊജക്റ്റ് ഇൻ ടു സം മൊഡ്യൂൾസ്. ഓരോ മൊഡ്യൂളുകളായിട്ട് ഡിവൈഡ് ചെയ്യും. ഓരോരുത്തർക്കും ഓരോ മൊഡ്യൂൾ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് നമുക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്യാം ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിനകത്ത്. ഇറ്റ് ഈസ് ഈസി ടു പാർട്ടീഷൻ വർക്ക് ഫോർ സെയിം പ്രൊജക്റ്റ്. ഒരേ പ്രൊജക്റ്റിൻ്റെ വർക്കുകൾ നമുക്ക് പല പാർട്ടീഷനായിട്ട് ക്രിയേറ്റ് ചെയ്ത് ആ പാർട്ടീഷനുകൾ മാത്രം കംപ്ലീറ്റ് ചെയ്തിട്ട് ലാസ്റ്റ് വി ക്യാൻ കമ്പൈൻ. എല്ലാം കൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കമ്പൈൻ ചെയ്യാൻ പറ്റും.
And the next benefit, message passing technique make communication easier. മെസ്സേജ് പാസിംഗ് എന്ന് പറയുന്ന ഒരു ടെക്നിക്കിൻ്റെ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിനകത്ത് ദാറ്റ് മേക്ക് കമ്മ്യൂണിക്കേഷൻ ഈസിയർ. ഒബ്ജക്റ്റിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും വേണ്ടി അതൊരു സിംപ്ലിസിറ്റി പ്രൊവൈഡ് ചെയ്യും. മെസ്സേജ് പാസിംഗ് ടെക്നിക് മേക്ക് കമ്മ്യൂണിക്കേഷൻ ഈസിയർ. സോഫ്റ്റ്വെയർ കോംപ്ലക്സിറ്റി ക്യാൻ ബി ഈസിലി മാനേജ്ഡ്. സോഫ്റ്റ്വെയറിൻ്റെ ഒരു കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും? ദാറ്റ് വിൽ ബി ഈസിലി മാനേജ്ഡ്. മെയിൻ്റനൻസ് കോസ്റ്റ് ഈസ് ലെസ്. നമുക്ക് അതിൻ്റെ പെർഫോമൻസ് കൂട്ടണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അപ്ഡേഷനും ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ദ മെയിൻ്റനൻസ് കോസ്റ്റ് ഈസ് വെരി ലെസ് ആസ് കമ്പയറിംഗ് വിത്ത് പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ്. And it is simple to implement. Object oriented programming languages are very simple to implement. These are the main benefits of your OOP. Listen to next slide. Areas for application of OOP. OOPസിൻ്റെ ആപ്ലിക്കേഷൻ ഏരിയാസ് ആണ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കുക. ജസ്റ്റ് ഒന്ന് നോക്കി പോയാൽ മതി. റിയൽ ടൈം സിസ്റ്റംസിനകത്ത് നമുക്ക് ഈ OOPസിൻ്റെ കൺസെപ്റ്റ് യൂസ് ചെയ്യാൻ പറ്റും. റിയൽ ടൈം എൻവയോൺമെൻറ്റിനകത്ത് നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. സിമുലേഷൻ ആൻഡ് മോഡലിംഗ്. സിമുലേഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിയൽ ടൈം പോലെ വെർച്വൽ ആയിട്ട് ഒരു എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന സിമുലേഷൻസ്. ആൻഡ് മോഡലിംഗ് ഡിസൈനിങ്ങിനകത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ഡാറ്റാബേസുകൾ ക്രിയേറ്റ് ചെയ്യാൻ. ഹൈപ്പർ ടെക്സ്റ്റ്, ഹൈപ്പർ മീഡിയ ആൻഡ് എക്സ്പേർട്ട് ടെക്സ്റ്റ്, ഈ ഏരിയാസിനകത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. AI ആൻഡ് എക്സ്പേർട്ട് സിസ്റ്റംസ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനകത്ത് എക്സ്പേർട്ട് സിസ്റ്റംസ്, നോളജ് സിസ്റ്റത്തിനകത്ത് നമ്മൾ കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള നോളജ് സിസ്റ്റംസ് ക്രിയേറ്റ് ചെയ്യാണ്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനകത്ത്. അവിടെയൊക്കെ നമുക്ക് ഈ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ദെൻ ന്യൂറൽ നെറ്റ്വർക്ക്സ് ആൻഡ് പാരലൽ പ്രോഗ്രാമിംഗ്. ന്യൂറൽ നെറ്റ്വർക്ക്സിനകത്ത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ മറ്റൊരു പോർഷനാണ് ന്യൂറൽ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ആൻഡ് ദ പാരലൽ പ്രോഗ്രാമിംഗ്, സെയിം ടൈം പാരലായിട്ട് നമുക്ക് പ്രോഗ്രാം എക്സിക്യൂഷൻ അല്ലെങ്കിൽ പ്രോഗ്രാമിൻ്റെ പാരലൽ എക്സിക്യൂഷൻ ഓഫ് എ പ്രോഗ്രാം ഒരു അറ്റ് എ ടൈമിൽ തന്നെ മോർ ദാൻ വൺ പ്രോഗ്രാംസ് എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ വി ക്യാൻ യൂസ് ദ കൺസെപ്റ്റ് ഓഫ് OOPസിൻ്റെ കൺസെപ്റ്റ് യൂസ് ചെയ്യാം. ജാവക്കകത്ത് ത്രെഡ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. ദ പാരലൽ പ്രോസസ്സിംഗ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ത്രെഡ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഉണ്ട്, നമുക്ക് പഠിക്കാനുണ്ടെന്ന് പറയുന്നത്. സോ ന്യൂറൽ നെറ്റ്വർക്ക്സ് ആൻഡ് പാരലൽ പ്രോഗ്രാമിംഗ്. ഡെസിഷൻ സപ്പോർട്ട് സിസ്റ്റംസിനകത്ത് എയുടെ ഡെസിഷൻ സപ്പോർട്ട് സിസ്റ്റത്തിനകത്ത് നമുക്ക് യൂസ് ചെയ്യാം. ഓഫീസ് ഓട്ടോമേഷനകത്ത് നമുക്ക് യൂസ് ചെയ്യാം. CIM, CAM ആൻഡ് CAD സിസ്റ്റംസ്. ഇവിടെയൊക്കെ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? OOPസുകൾ യൂസ് ചെയ്യാം. ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് യൂസ് ചെയ്യാം. ലൈക്ക് ജാവ പോലുള്ള ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഒക്കെ നമുക്ക് അവിടെ യൂസ് ചെയ്യാൻ പറ്റും. ആ ഏരിയാസ് ഒന്നുകൂടെ നോക്കാം. റിയൽ ടൈം സിസ്റ്റം, സിമുലേഷൻ ആൻഡ് മോഡലിംഗ്, object oriented database, hypertext, hypermedia and expert text, AI and expert systems, neural networks and parallel programming, decision support system, office automation, CIM, CAM and CAD systems. ഇവിടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് യൂസ് ചെയ്യാൻ പറ്റും. ദെൻ നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളതാണ് വാട്ട് ആർ ദ കൺസെപ്റ്റ് ഓഫ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ്. അതിൻ്റെ ഓരോ കൺസെപ്റ്റുകളും ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണം. നെക്സ്റ്റ് ക്ലാസ്സിനകത്ത് വി ക്യാൻ ഡിസ്കസ് ദാറ്റ് വൺ. ഓക്കെ.